ഹായ് ഗൈസ്, ഡ്രീം ലൈഫിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും പ്രതിവട്ടനും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ടിപ്പ് ടൂറിൽ തേങ്ങയെല്ലാം ലോഡ് ഇറക്കിയിട്ട് കാങ്കേത്തൊക്കെ കൊപ്ര ലോഡ് കയറ്റാനായിട്ട് RMC മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ. ഈ നേരെ കാങ്കേത്തൊക്കെയാണ് ലോഡ്. അപ്പോൾ ഇപ്പോൾ ലോഡ് കയറ്റും. ഇപ്പോൾ ഉച്ചാകുമ്പോൾ നമ്മുടെ തേങ്ങ ലോഡെല്ലാം അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ലോഡ് കയറ്റും. ഈ നേരെ ഈ കൊപ്ര ലോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നേരെ ഗൈസ്, നമ്മൾ അടുത്ത ലോഡ് സെറ്റായിട്ട് കാങ്കേത്തൊക്കെ കൊപ്ര ലോഡ് സെറ്റായിട്ട് ഇതാ അങ്ങനെ പോകുന്ന ബൈക്കുകാരൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. ഇത് RMC മാർക്കറ്റ് ടിപ്പ് ടൂറിലാണ് കേട്ടോ നമ്മളുള്ളത്. കൊപ്ര മാർക്കറ്റാണ് കേട്ടോ. RMC മാർക്കറ്റിൻ്റെ ഉള്ളിൽ, കൊപ്ര മാർക്കറ്റിൻ്റെ ഉള്ളിൽ വണ്ടി സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് മൊത്തം കൊപ്ര ഗോഡൗൺ. നമ്മുടെ വണ്ടി ലോഡ് കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. RMC മാർക്കറ്റ് ടിപ്പ് ടൂർ കൊപ്ര മാർക്കറ്റിലാണ് കേട്ടോ. പലകാലം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നാണ് ഗൈസ് നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്നത് മൊത്തം. നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് 6 പേരെന്തുണ്ട് കേട്ടോ പണിക്ക്. നല്ല വെയിലാണ് ഗൈസ്, ഒന്നും കാണുന്നില്ല. ഒരാൾ മേലെ നിന്നിട്ടുണ്ട് ക്യാബിൻ്റെ, ഒരാൾ കട്ടി വെക്കാനായിട്ട്. ഇത് അധികം ട്രാക്ടറാണ് കേട്ടോ. കർണാടകത്തിൽ മൊത്തത്തിൽ അധികം ട്രാക്ടറാണ് ഗൈസ്. ഈ ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലർ ഓടിക്കാമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇതിൻ്റെ റിവേഴ്സ് സിസ്റ്റമെല്ലാം ഒന്ന് തന്നെയാണ്. വേറൊരു ട്രാക്ടറും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. ശ്രീ കലബി രാമേശ്വര ട്രേഡേഴ്സിൽ നിന്നാണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റുന്നത്. ഇതാണ് ബിൽഡിങ്. ലോഡ് കയറ്റിയിട്ട് ഏകദേശം ആവാനായിട്ടുണ്ട് ഗൈസ്. ക്യാബിൻ്റെ മേലെ നിന്ന് 3 ഹൈറ്റ് ഉണ്ട് കേട്ടോ മേലേക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കയറ്റുന്നത്. മൊത്തം കൊപ്ര കമ്പനികളാണ് ഈയുടെ മൊത്തം. പ്രതിവട്ടം നല്ല ഉറക്കത്തിലാണ് കേട്ടോ അകത്ത്. ഇന്നലെ നൈറ്റ് മൊത്തം ഡ്രൈവ് ചെയ്യുന്നതാണ്. ഞാൻ ഏകദേശം 11 മണി വരെ മാത്രമേ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഗൈസ്, നമ്മുടെ വണ്ടി നേരത്തെ ലോഡായതെന്ന് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. ഇതാ ഇത് വേബ്രിഡ്ജിൽ നിന്ന് വണ്ടിയെല്ലാം തൂക്കി സെറ്റായിട്ടുള്ളതാണ്. വെയിറ്റെല്ലാം എടുത്തിട്ട് ബില്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെയിറ്റ്. ബില്ല് ആയാൽ എടുത്തേക്ക് വരും. ഇത് തോക്കാനാട്ടോ. ഇത് നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാണ് കേട്ടോ. 10 വീലല്ലത്. ഇതാണ് RMCൻ്റെ മെയിൻ എൻട്രൻസ്. കുറേ വണ്ടിയുടെ വെയിറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. വേറൊരു KL 60 രജിസ്ട്രേഷൻ വണ്ടി നമ്മുടെ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. മറ്റേ അത് കാങ്കേത്തൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത്. 14 ബില്ല് ലോഡ് വന്ന് കണ്ടല്ലോ. നല്ല ഹൈറ്റിൽ നല്ല ടണ്ണേജ് ലോഡാണ് കേട്ടോ വണ്ടിയിൽ. നമ്മളിന്നും പോയിട്ടില്ല ഗൈസ്. ബില്ലിൽ എന്തോ ചെറിയ മിസ്റ്റേക്കാണ് ഗൈസ്. ആ വണ്ടി RMCന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നേരത്തെ കാണുമ്പോൾ ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടാർപ്പായിൽ അയച്ചിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്.
നമ്മൾ ടിപ്പ് ടൂറിന് വണ്ടി എടുത്ത് ഏകദേശം നല്ല ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സമക്ക ഹള്ളിയാ, അങ്ങനത്തെ ഒരു ഹള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ ചോറ് കഴിച്ചിട്ടില്ല, രാവിലെ മാത്രം കഴിച്ചതേ ഉള്ളൂ. അടുത്തില്ല നല്ല ഹോട്ടൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കണം, വീണ്ടും ട്രാവൽ തുടങ്ങണം. നാളെ രാവിലെ ഇന്ന് മാക്സിമം കാർഡ് പാസ്സാവാൻ വേണ്ടി നോക്കണം കേട്ടോ. സത്യമംഗലം കാർഡ് പാസ്സാവാൻ വേണ്ടി നോക്കണം, അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഇഷ്ടംപോലെ ഇഷ്ടിക കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫാമിങ് കുറേ കൃഷിസ്ഥലം മാത്രമേ ഉള്ളൂ കായ്ക്കുന്നുണ്ട് കൂടുതലായിട്ട്. വണ്ടി റോഡ് സൈഡ് ജസ്റ്റ് ഒന്ന് വെച്ചതാണ് കേട്ടോ, ഒന്ന് കയറൊക്കെ ലൂസായിനൊന്ന് നോക്കാൻ വേണ്ടിട്ട്. ഒരു കുഴപ്പമില്ല, ചെറിയ ലൂസ് ഉണ്ടായി, അത് ഞങ്ങൾ പരിഹരിച്ചു. ഇനി നേരെ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ഷുഗർ ഫാക്ടറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇഷ്ടംപോലെ കാളവണ്ടിയിലെല്ലാം കരിമ്പും കൊണ്ടുവന്നിട്ടുണ്ട്, കരിമ്പിലോടുണ്ട്. ഈ കാളവണ്ടിയിൽ കരിമ്പ് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി മൈസൂരൊക്കെ ആകെ ഒരു 10-12 കിലോമീറ്ററും കൂടിയേ ബാക്കിയുള്ളൂ മൈസൂർ എത്താനായിട്ട്. കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗായ്സ്, ആ മേലെക്കൂടി കാണുന്ന വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ പോകുന്നത്, വെള്ളം പോകുന്ന ഇതാണ്. നമ്മൾ ഇവിടുന്ന് തെറ്റിപ്പോവും, ഇവിടുന്ന് മൈസൂർ ബൈപ്പാസ് വഴി നമ്മൾ തെറ്റിപ്പോവും കേട്ടോ ഇവിടുന്ന്. മൈസൂർ ബൈപ്പാസ് വഴി നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ തെറ്റിയ സിഗ്നലിന് ഏകദേശം 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൈസൂർ ടൗണിലേക്ക്. കുറേ ഫ്ലാറ്റുകളുണ്ട്, നിറഞ്ഞിട്ടില്ല കേട്ടോ മൈസൂർ. ഓ അതിന് വാങ്ങണ്ടല്ലേ. ഗായ്സ്, നമ്മ ഇത് നരസിപുര റോഡിലേക്ക് തെറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി റോഡാണ്. ഗായ്സ്, കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ലതാണ് കേട്ടോ, മൊത്തം വയലും. അടിപൊളി വ്യൂ ആണ് ഗായ്സ്. ഡീസലടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടില്ലതാണ് കേട്ടോ കാണുന്നത്. ഈ പമ്പിലാണ് നിന്ന്, HP-ൻ്റെ ഈ പമ്പിലാണ് ഗായ്സ് നിന്ന്. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഗായ്സ്. നമ്മൾ ഡീസലിനും ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ണത്തത്രയും ദൂരം ഫുള്ള് കൃഷി തന്നെയല്ലേ മൊത്തം. കരിമ്പും നെല്ലും മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ അവിടെ കാണാമോ പ്രതിയേട്ടാ കേരളത്തിൽ? അതാണ്. നമ്മ ശ്യാമരാജ് നഗർ ബൈപ്പാസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സൂര്യാസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഞാൻ കണ്ടിട്ടില്ല. 3 ആളെല്ലാം പോകും, ഹെൽമെറ്റ് ഒരാൾക്ക് പോലും ഉണ്ടായില്ല. അടിപൊളി വൈബാണ് കേട്ടോ. റെയിൽവേ ക്രോസിംഗ്. ഇതെല്ലാം ഓർമ്മയുണ്ടോ ചേട്ടാ? ഇതൊക്കെ ഓർമ്മയുണ്ട്. ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ?